ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാൻവാസ് വെച്ച് ഒരു നെക്ക് എങ്ങനെ തയ്ച്ചെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു യു ഷേപ്പിലുള്ള നെക്കാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ 7 ഇഞ്ചാണ് എനിക്ക് വേണ്ടത് ഇങ്ങനെ വയ്ക്കുമ്പോൾ. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരെ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് തന്നെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളവിടെ ആ 3 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതൊരു ബോക്സായിട്ട് വരച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ യു ഷേപ്പ് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വീതി ഇവിടെ അടയാളപ്പെടുത്താം. ഞാനൊരു 3/4 ഇഞ്ച് വരുന്ന രീതിയിലാണ് ഇവിടെ എടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ യു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ യു ഷേപ്പ് വരക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡിലൊക്കെ വരച്ച് നോക്കിയിട്ട് അത് വെച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് വെട്ടിയേക്കണം ഈ നെക്കിൻ്റെ ഈ വെട്ടിക്കളഞ്ഞേക്കണ ഈ ഭാഗം ഉണ്ടെങ്കിൽ അത് വെച്ചാണെങ്കിലും വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ യു ഷേപ്പ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഇതിപ്പോൾ എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്ന ഇതേപോലെ നെക്ക് വെട്ടിയതിൻ്റെ ഒരു പീസാണ് കേട്ടോ, ക്യാൻവാസാണ്. അപ്പോൾ അത് വെച്ച് ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വീതി ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് വീതിയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 3/4 ഇഞ്ച് വീതിയിലാണ് എടുക്കുന്നത്. ഒരുപാട് വീതി ആയാലും വൃത്തികേടല്ലേ. ഒരു 3/4 ഇഞ്ച് വീതി മതിയാവും ക്യാൻവാസിന് ഫേസിങ് വയ്ക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ 3/4 ഇഞ്ച് വീതിയിൽ അതേ യു ഷേപ്പ് തന്നെ മാർക്ക് ചെയ്തിട്ട് അതും ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉൾഭാഗമൊന്നും കട്ട് ചെയ്യരുത് കേട്ടോ. ഈ ഷേപ്പ് ചെയ്യണ ഈ ഭാഗം, പുറത്തെ ഈ ഷേപ്പ് ചെയ്യണ ഈ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ മടക്ക് നിവർത്തിനേക്ക് മുമ്പ് തന്നെ നമ്മൾ നമുക്ക് വേണ്ട കറക്റ്റ് അളവിൻ്റെ ആ നെക്കിൻ്റെ അകലവും ലെങ്ത്തും ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് തന്നെ നമ്മളൊന്ന് അമർത്തി മാർക്ക് ചെയ്യണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡ് നമുക്ക് ഇതേ മാർക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മാർക്കിങ്ങിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. കറക്റ്റ് ആ ലെങ്ത്തിൽ കൂടെ വെട്ടി കൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പുറത്തെ ഭാഗം അപ്പുറത്തേക്ക് വരുന്ന രീതിയിൽ അമർത്തി മാർക്ക് ചെയ്തത്. എന്നിട്ട് അതും അവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി വെട്ടിയെടുക്കാം. ഈ ബാക്ക് നെക്കും ഈ ക്യാൻവാസിൽ തന്നെ വെട്ടുമ്പോൾ എന്താ മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് കഴുത്തിന് ഇച്ചിരി പിടുത്തം കിട്ടും. സാധാരണ കഴുത്ത് മലന്ന് പോകാനുള്ള ഇതുണ്ടല്ലോ, അത് ക്യാൻവാസ് ബാക്ക് നെക്കിലും കൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ക്യാൻവാസ് ഇല്ലാണ്ടാണ് നമ്മൾ വെറുതെ ക്രോസ് പീസ് വെച്ചാൽ തയ്ക്കണമെങ്കിൽ ആ കഴുത്തിന് ഇത്തിരി പിടുത്തം കുറവായിരിക്കും, മലന്ന് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ തയ്യൽ തുമ്പ് കൂടിയും ക്യാൻവാസിനോട് ഇടണം കേട്ടോ. കാരണം ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് ഇതിൽ നിന്നാണ് പോണത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഉദ്ദേശം ഒരു 3 ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിൽ നേരെ വയ്ക്കുമ്പോൾ 3 ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു പീസ് വെച്ച് തന്നെ ഞാൻ ഇതും ബാക്ക് നെക്കും അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടി ഇറക്കം എനിക്കിവിടെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ആവശ്യമുള്ള ഇറക്കം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെരിച്ച് പിടിക്കുമ്പോൾ ഒരു 4/4 വരുന്ന രീതിയിലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ആ നെക്ക് വെച്ച് തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്തൊക്കെ കറക്റ്റ് ആ 3 ഇഞ്ച് തന്നെ എടുത്താൽ മതി. ലെങ്ത്ത് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് ഇവിടെ എടുക്കാം. ഇവിടെ ഒരു 4/4 ചെരിച്ച് പിടിക്കുമ്പോൾ 4/4 വരുന്ന രീതിയിലാണ് ഞാൻ ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനും ഒരു 3/4 ഇഞ്ച് വെച്ച് ഞാനിവിടെ ഷേപ്പ് വരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെക്കും നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത് വിട്ട് തന്നെ നല്ലോണം അമർത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് അപ്പുറത്തെ ഭാഗത്ത് ആ പാട് വരുമ്പോൾ ആ പാടിൽ കൂടെ നമുക്കൊന്ന് വരച്ചെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ.
എന്നിട്ട് നമുക്ക് പുറത്തുള്ള ആ ഭാഗത്ത് കൂടെ വേണം 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്, ആ ഭാഗത്ത് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഈ അപ്പുറത്തുനിന്ന് നമ്മൾ അമർത്തി വരക്കുമ്പോൾ ഇപ്പുറത്ത് നല്ല പോലെ മാർക്ക് വന്നിട്ടുണ്ടാവും. അത് നമ്മളൊന്ന് പെൻ വെച്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പുറത്ത് ആ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണം ആ ഭാഗത്ത് കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടും ബാക്കും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നെക്കിൻ്റെ അകലമൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇതിൽ ബാക്കിൽ അറേഞ്ചൊന്നും കുറച്ചെടുത്തിട്ടില്ല. അത് ക്രോസ് പീസ് വെക്കുമ്പോൾ അറേഞ്ച് കുറച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കഴുത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിന് അതിൻ്റെ ആവശ്യം വരില്ല. അതൊരു ടിപ്പാണ് ഇതിനകത്ത്. ഇനി ഇത് നമ്മൾ തുണിയിൽ നമ്മളിത് ഒട്ടിച്ചെടുക്കൂലേ, നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് തുണിയിൽ ക്യാൻവാസ് വെച്ചിട്ട് ക്യാൻവാസുമ്പോൾ കൂടെ നമ്മൾ ഒട്ടിച്ചെടുക്കണത്. അപ്പോൾ ചിലപ്പോൾ ഈ ക്യാൻവാസ് നല്ലോണം ഒട്ടിയിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തുണിയിൽ ക്യാൻവാസ് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അത് കണ്ടിട്ട് ചെറുതായിട്ടൊന്നും ഒട്ടിയിട്ടുണ്ടാവും, പക്ഷെ ചില ഭാഗത്തൊന്നും ഒട്ടിയിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഈ തുണിയുമ്പോൾ കൂടെ വെച്ച് നല്ലോണം തേച്ച് കൊടുത്താൽ നല്ലപോലെ ഒട്ടി കിട്ടും കേട്ടോ. അപ്പോൾ ക്യാൻവാസ് ഇളകി പോരുന്നുള്ള പേടിയൊന്നും വേണ്ട, ചിലടത്ത് ഒട്ടിപ്പിടിച്ചില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. ആദ്യം ക്യാൻവാസിൽ വെച്ച് തേച്ചിട്ട് പിന്നെ ഇതുപോലെ തുണി കമിഴ്ത്തിയിട്ടിട്ട് തുണിയുമ്പോൾ കൂടെ വെച്ച് തേച്ചാൽ മതി, നല്ലപോലെ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഫേസിങ്ങിന് തയ്യൽ തുമ്പ് ഇവിടെ അടിക്കുമ്പോൾ ഇതേപോലെ ഇത്തിരി അധികം ഇട്ടിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഷേപ്പിന് പിടിച്ചടിക്കാൻ കിട്ടൂല. കറക്റ്റ് തുമ്പിട്ട ഷേപ്പിന് കറക്റ്റായിട്ട് പിടിച്ചടിക്കാൻ കിട്ടൂല. അത് ബിഗിനേഴ്സിനാകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയണത്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണതാണ് ഏറ്റവും എളുപ്പം. അതാവുമ്പോൾ നമുക്ക് ഇതേപോലെ പീസ് ഇങ്ങനെ ചുരുക്കൊക്കെ വേണ്ടിടത്ത് ഇങ്ങനെ ഇതേപോലെ കൈവച്ച് തന്നെ പിടിച്ച് കൊടുത്ത് അടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് തുമ്പ് തന്നെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ടിപ്പാണ്. അതുപോലെ നമ്മൾ 2 പീസും വെട്ടിയെടുക്കണം. ഇവിടെ കറക്റ്റായിട്ട് ആ ക്യാൻവാസിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വെട്ടിയേക്കണുണ്ട്. ഇനി അതിന് വേണ്ടി പ്രത്യേകം തയ്യൽ തുമ്പൊന്നും ഇടണ്ട. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ നെക്കും ഞാൻ അതുപോലെ തന്നെ തയ്യൽ തുമ്പ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അടിച്ച് വരുമ്പോൾ നമുക്ക് ഇതേപോലെ പിടിച്ച് ആ തുണിയുടെ തുമ്പുമ്പോൾ പിടിച്ചിങ്ങനെ കൊടുത്താൽ മതി. നല്ല ഷേപ്പിൽ തന്നെ അവിടെ കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്കും പെർഫെക്റ്റായിട്ട് തന്നെ തുടക്കക്കാർക്കും പെർഫെക്റ്റായിട്ട് തന്നെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ചുരിദാറിൻ്റെയും കുർത്തിയുടെയൊക്കെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് നെക്ക് എന്ന് പറയണത്. അപ്പോൾ ഫ്രണ്ടിലെ നെക്കും ഞാൻ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് വെട്ടിക്കളയാണ് ചെയ്യണത്. ക്യാൻവാസ് വെച്ച് ഒട്ടിച്ച് ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുമ്പുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു വൃത്തി ഉണ്ടാവും. ആ മുകളിലുള്ള തുമ്പും നമുക്ക് വെട്ടി മാറ്റാം. അപ്പോൾ നമ്മൾ ക്യാൻവാസിൻ്റെ ഉള്ളിൽ നിന്ന് ഷേപ്പ് ചെയ്ത് നെക്ക് വെട്ടണില്ല. ഇപ്പം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാണ് ക്യാൻവാസ് വെച്ച് തയ്ക്കുന്നതിൻ്റെ ഒരു മാതൃക. പിന്നെ ഇതുപോലെ അല്ലാണ്ട് വേറെ ചെയ്യാറുണ്ട് കേട്ടോ. അത് വേറെ ഒരു ഇത് ചെയ്യുമ്പോൾ ഞാൻ അതിൽ കാണിക്കാം. ഇതിപ്പം നമ്മൾ ബോഡി പീസുമ്പോൾ സെൻറ്റർ അടയാളപ്പെടുത്തി എടുക്കുകയാണ്. ആ സെൻറ്ററും നമ്മളെ നെക്കിൻ്റെ സെൻറ്ററും ഒപ്പം വരണം. എന്നിട്ട് ഇതിപ്പോൾ ബാക്കാണ്, നെക്കിൻ്റെ സെൻറ്ററും ഒപ്പം മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം തമ്മിൽ ഒപ്പം വെച്ചിട്ട് നമ്മൾ ഇതേപോലെ താഴത്തേക്ക് ഒരു അടി അടിക്കാം. ഇത് ഒരു മെത്തേഡാണ്. അത് ആ വരെ പാടുള്ളൂ, വര കഴിഞ്ഞിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നീങ്ങിപ്പോകാണ്ട് ഇത് കിട്ടും. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ കറക്റ്റ്, അതാണ് നമ്മുടെ കഴുത്തിൻ്റെ അകലം, ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ മാത്രം അടിച്ചെടുക്കുക. പതിയെ അടിച്ചെടുത്താൽ മതി, ധൃതിയൊന്നും ഇവിടെ കാണിക്കണ്ട. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ ഇത് കിട്ടും. അപ്പോൾ ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കഴുത്തിൻ്റെ അകലം മാറിപ്പോകുകയൊന്നുമില്ല. നമ്മൾ എത്രയാണോ കഴുത്തിൻ്റെ അകലം എടുക്കാൻ ഉദ്ദേശിച്ച് ആ അകലം തന്നെ നമുക്കിത് ഇവിടെ കിട്ടും. അപ്പോൾ ഞാനിതിങ്ങനെ ആ ഷേപ്പിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ഇങ്ങനെ അടിക്കണേ കൊണ്ട് ഈ ഭാഗം വരുമ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നും വന്നില്ല. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗം വെട്ടിക്കളയാണ് ചെയ്യണത്. തയ്യൽ തുമ്പിന് ഒരു 4 ഇഞ്ച് എടുത്താൽ മതി. അധികം തയ്യൽ തുമ്പ് ഈ ഭാഗങ്ങളിലൊന്നും എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ കഴുത്ത് മറിക്കുമ്പോൾ ഒക്കെ ഒരു വൃത്തികേടായിരിക്കും.
എന്നിട്ട് നമ്മൾ സാധാരണ നെക്കിന് വെട്ടണോട്ട് എല്ലായിടത്തും ഒന്ന് കട്ട് ചെയ്തും കൊടുക്കുക. ക്യാൻവാസ് വെച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കറക്റ്റ് അളവ് തന്നെ എടുക്കാൻ നോക്കണം. അത് ഒരുപാട് വലിഞ്ഞ് വൈഡൊന്നും ആയി പോവില്ല. എന്നിട്ട് നമ്മൾ ഇത് ആ ഫേസിങ് പതിച്ച് വെച്ച് അടിക്കേണ്ട ചെയ്യണത്. ഈ വെക്കുന്ന പീസിനെയാണ് ഫേസിങ്ങിനെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ക്യാൻവാസ് വെച്ച് അടിച്ചാലും ക്യാൻവാസ് വെച്ച് അടിച്ചില്ലെങ്കിലും ഫേസിങ് തന്നെയാണ് പറയണത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറങ്ങാണി അടിക്കണം. ഇതിപ്പോൾ ബാക്ക് നെക്കല്ലേ, നമ്മൾ മോളിൽ കൂടെയും കൂടി ചേർത്ത് അടിക്കേണ്ട സമയം ഇപ്പോഴല്ല. കാരണം നമുക്ക് ഷോൾഡർ കൂട്ടുമ്പോൾ മോളിൽ കൂടെ സ്റ്റിച്ച് ചെയ്താൽ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് ഒരു പോയിൻ്റ് ആണെങ്കിലും തള്ളി നിൽക്കും. അതുകൊണ്ട് മോളിൽ കൂടെ ഈ സമയത്ത് അടിക്കരുത്. കണ്ട, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് മോളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ബാക്കിൻ്റെ സ്റ്റിച്ച് ഇതാണ്. ഇനി ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ ബാക്കിൽ വെച്ചപ്പോൾ താഴത്തേക്ക് അല്ലേ അടിച്ചെടുത്തത്. ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ ഞാൻ അടിച്ചെടുക്കണത് ഇങ്ങനെയാണ്. അതിപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാട്ടെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി രണ്ടിലും ഓരോ രീതി കാണിച്ചതാണ്. ഇതിപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ അടിച്ചെടുത്തും നെക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് അടിക്കുമ്പോൾ ആ സെൻറ്റർ ഭാഗം, അടിയിലുള്ള സെൻറ്റർ ഭാഗം സെൻറ്ററായിട്ട് തന്നെ വരാൻ നോക്കണം കേട്ടോ. അവിടെ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് അതിൽ വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ താഴെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഒന്നല്ലെങ്കിൽ താഴത്തേക്കും മുകളിൽ മാത്രം അങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിച്ച് മാത്രമായിട്ടും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ മുകളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ആ ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സൗകര്യവും നമുക്ക് തയ്ക്കാനുള്ള എളുപ്പവും കൂടി നോക്കിയിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നെക്ക് അടിക്കുമ്പോൾ എന്താ ഒരു ഇതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഇത്തിരി കൂടി കട്ടി വരും. കാരണം തയ്യൽ തുമ്പിലും ക്യാൻവാസ് തന്നെ ഉണ്ടല്ലോ. സാധാരണ അടിച്ച് കണ്ടേക്കണത് തയ്യൽ തുമ്പ് കഴിച്ചിട്ടുള്ള ഭാഗത്താണ് ക്യാൻവാസ് വെട്ടിയെടുക്കണത്. അതുകൊണ്ട് തയ്യൽ തുമ്പിൽ ക്യാൻവാസ് വരാറില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ തയ്യൽ തുമ്പിലും ക്യാൻവാസ് വരും. അപ്പോൾ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ടൊരു കട്ടി വരും എന്നുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ നെക്ക് പെർഫെക്റ്റായിട്ട് തുടക്കക്കാർക്ക് തയ്ച്ചെടുക്കുമ്പോൾ ഈ രീതിയാണ് എന്തുകൊണ്ടും ബെറ്റർ. ഇതിനും നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഏത് ഷേപ്പ് നെക്കിനും ഈ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ എനിക്കിഷ്ടം യൂനെക്ക് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും യൂനെക്ക് തന്നെ പെടുത്തുന്നത്. ഇതിനും പുറങ്കാണി ഫേസിങ് പുറങ്കാണി അടിക്കണം കേട്ടോ. ഫേസിങ്ങിനും എന്നിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഹെമ്മിങ് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല ചുരിദാറൊക്കെ എഴുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെമ്മിങ് ഇങ്ങനെ ഫേസിങ്ങിന് പുറങ്ങാണി സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കണതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ സൗകര്യത്തിന് വേണ്ടി ഒന്ന് ലോങ് സ്റ്റിച്ചിട്ട് മോളിൽ കൂടെ അടിക്കുന്നുണ്ട്. ഇത് ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അഴിച്ച് മാറ്റാം കേട്ടോ. അഴിച്ച് കളയണം. ഇത് ഹെമ്മിങ് ചെയ്യാനും പതിഞ്ഞിരിക്കാനുള്ള സൗകര്യത്തിനും വേണ്ടി ഞാനിപ്പോൾ ചെയ്തെന്നുള്ളൂ. വലിയ കാണിയിട്ട് തന്നെ അടിക്കാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അഴിക്കാൻ ബുദ്ധിമുട്ടാവും. ഇത് അഴിച്ച് കളയേണ്ട സ്റ്റിച്ചാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യാനതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് യൂനെക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കിലെ നെക്കുമ്പോൾ പുറങ്ങാണി അടിക്കാനിട്ടാണ്. നമ്മൾ ഫേസിങ്ങുമ്പോൾ മാത്രമാണ് പുറങ്ങാണി അടിച്ചിട്ടുള്ളൂ. ബാക്കിലും കൂടി ഷോൾഡർ കൂട്ടി കഴിഞ്ഞിട്ട് പുറങ്ങാണി അടിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കും. അതിനുവേണ്ടി ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിൽ നേരത്തെ പുറങ്ങാണി അടിച്ചു വെച്ചാൽ നമുക്ക് ആ ഫേസിങ് ഇങ്ങനെ മറിഞ്ഞ് കിട്ടുമ്പോൾ ഒരു പോയിൻ്റ് തള്ളി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറങ്ങാണി അടിക്കാത്തത്. നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് പുറങ്ങാണി അടിക്കണം കേട്ടോ. ഷോൾഡറിന് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം.
പിന്നീട് ഒരു ഇത് വരുമ്പോൾ ഒരു സ്റ്റിച്ചിങ് അവിടെ അറ്റത്തേക്ക് അടിക്കൽ പാടാം. കാരണം കഴുത്തിൻ്റെ ഫേസിങ് കവർ ചെയ്ത് വന്നാലുകൊണ്ട് ആ അറ്റത്തേക്ക് അടിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഭാഗങ്ങളൊക്കെ അയച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എപ്പോഴും ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് അടിച്ച് ലോക്കും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ നിവർത്തിയിട്ടിട്ട് ബാക്കിലെ നെക്ക് ഇതേപോലെ മുകളിൽ കൂടെ പതിച്ചടിച്ചെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ്. ക്യാൻവാസ് വെച്ച് ഈ രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് പ്രചോദനം. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫിനിഷിങ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.